ഹലോ അസ്സാം വലൈക്കും. സോ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഞാനൊരു ഫങ്ഷന് വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുന്നത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഫേസൊക്കെ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തർ കയറി വരുന്നതാണ്, മെയിനാക്കണ്ട. അപ്പോൾ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്, ലിപ് ബാം ഇട്ടിട്ടുണ്ട്, പിന്നെ ഡ്രസ്സ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഷോൾ ഞാൻ വേറെ ഇട്ടു. മറ്റേ ഷോള് കുറച്ച് എപ്പോഴും ചടിച്ചെടുക്കും. ഞാൻ ഈ ഒരു ഷോൾ ഇട്ടു. നമുക്ക് ആദ്യം ഇത് പ്രൈമർ ഇടാം നമ്മുടെ ഫേസിൽ. ആദ്യം പ്രൈമറിൽ സ്റ്റാർട്ട് ചെയ്യാം. നല്ലപോലെ പ്രൈമർ ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക. നല്ല ഐശ്വര്യം. കറണ്ട് പോയി ഗൈസ്, പെട്ടെന്ന് പോയില്ല. ഇല്ല, സോറി ഗൈസ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ലെൻസ് വെക്കാൻ മറന്നുപോയി. ഞാൻ എടുത്തപ്പോഴാണ് ഓർത്തത് എൻ്റെ അനിയത്തി എടുക്കാനായിട്ട് ഓടിയിട്ടുണ്ട്, അവൾ ഇടാനായിട്ട് മറന്നുപോയി. നമുക്കിനി ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. വീട്ടിൽ അറിയാൻ പറ്റണില്ല കേട്ടോ ലെൻസ് വെച്ചേക്കുന്നത്. സോ യെസ്, ഞാൻ എണീറ്റ് പോയപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ ഇവിടെയും കറണ്ട് പോയി. ഇനി അടുത്തത് ഞാൻ ഇത് ഫൗണ്ടേഷൻ തട്ടെ. ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, പറയാമെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കൂടിപ്പോയി ഗൈസ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ ടൈമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഫൗണ്ടേഷൻ ഇടട്ടെ. സോ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കൺസീൽ ചെയ്യാം. ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫിംഗർ കൊണ്ട് തന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓക്കെ കവറായിട്ടുണ്ട്. ഒരുപാട് പാടുകളൊക്കെ പോയി. ഇനി നമുക്ക് എന്താ ചെയ്യുക, പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ പിന്നെ കണ്ണിൻ്റെ മുകളിൽ ഞാൻ കണ്ണ് എഴുതുമ്പോൾ ചിലപ്പോൾ ചില ഐലൈനറൊക്കെ ഇങ്ങനെ കുറച്ചിടും കഴിയുമ്പോഴേക്കും ഇങ്ങനെ പോകും, പരക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ കണ്ണിൻ്റെ മുകളിലും കൂടെ ഒന്ന്, പിന്നെ ഐ ഷാഡോ ഇടുമ്പോഴും ഒന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ഇതായി റിമൂവ് ആയി പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ കണ്ണിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിൽ ഉള്ള ഐ ഷാഡോ പാലറ്റ് എൻ്റെ അവസ്ഥ ഇത്ര പരിതാപകരമായിട്ടിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഡ്രസ്സിന് നമുക്ക് ഒരു മിക്സ് ചെയ്യാം. കുറച്ച് ഗ്ലിറ്ററും അല്ലാത്തതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അത് കുറച്ചും കൂടി ഡാർക്ക് ഐസ് ആക്കണം, വേണ്ട നമുക്ക് സിമ്പിളായി മതി. അപ്പോൾ നമ്മുടെ ഐസ് രണ്ടും സെറ്റ് ആക്കിയിട്ടുണ്ട്. സ്വയം തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ പ്ലാൻ ആക്കിയത് ഇത് കൊടുക്കാമെന്നായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഇതിനേക്കാളും കുറച്ചും കൂടി ഈ ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോ നമുക്ക് അതെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് ടൈറ്റ് ലൈൻ ചെയ്യാം. കാരണം അത് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒന്ന് മുകളിലൊന്ന് എഴുതിക്കഴിഞ്ഞാൽ നമ്മുടെ ലാഷസ്, എനിക്കിപ്പോൾ ലാഷസ് അത്ര ഒരുപാട് ലാഷസ് ഒന്നുമില്ല. പിന്നെ കണ്ണൊന്ന് നല്ല രീതിക്ക് ഇരിക്കണമെങ്കിലും പിന്നെ കുറച്ച് ലാഷസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിലൊക്കെ എനിക്ക് തോന്നുന്നു ടൈറ്റ് ലൈൻ ചെയ്താൽ നല്ലതായിരിക്കും. സോ നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്തിട്ട് വരാം. കണ്ണിൻ്റെ മേളിലൊക്കെ ഞാനിങ്ങനെ ഒന്ന് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ണൊന്ന് വിടർന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഐലൈനർ ഇടാം. ഇത് മാറ്റ് ഫിനിഷാണ് കേട്ടോ ഐലൈനർ. എനിക്ക്
400. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. അടിയിലൊന്ന് ജസ്റ്റ് ഞാൻ ലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മസ്കാര യൂസ് ആക്കാം. മസ്കാര നെക്സ്റ്റ് നമുക്ക് ഇതിപ്പോൾ ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ബ്ലഷ് ഒരു ചെറിയൊരു പമ്പ് എടുക്കാം, ചെറിയൊരു ഡ്രോപ്പ് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പറയാം ജസ്റ്റ് ചുട്ടിയാവാൻ ചാൻസ് ഉണ്ട്, കുഴപ്പമില്ല, തുടച്ചറിയാം. ഞാൻ ഈ ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യും കേട്ടോ, കാരണം നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കുക. ഈ നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ എനിക്കിഷ്ടപ്പെട്ട ഇതിലേക്ക് പോകാം, പാർട്ടിലേക്ക് പോകാം. ലിപ്സ്റ്റിക്ക്, അത് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യണം. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു നമുക്ക് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന്. പക്ഷെ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ടപ്പോൾ തന്നെ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഷെയ്ഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ വേറെ ഒന്നും ഇടണ്ട, ഇത് മതി. ദിസ് ഇസ് ഇനഫ്. സത്യം പറഞ്ഞെങ്കിൽ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്ത് വലിയ താല്പര്യമില്ല. കുറച്ച് സെറ്റിംഗ് സ്പ്രേ ആണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, എനിക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ പോലെയാണ് ഈ ഒരുപാട് സെറ്റിംഗ് സ്പ്രേ ഇട്ട് കഴിഞ്ഞാൽ. ഇതാകുമ്പോൾ ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാം. സോ യെസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് തീരെ ടൈമില്ല, അല്ലെങ്കിൽ ഞാൻ പ്രൊഡക്ട്സൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് തന്നേനെ. എനിക്ക് അതിനുള്ള ടൈമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.